മക്കൾസ്, ഇത് നമ്മുടെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോയുടെ ബാക്കിയാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ കാണുന്നതാണ് എറണാകുളം ജില്ലയിൽ ഇടയാർ സ്ഥിതി ചെയ്യുന്ന മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. ഇവിടെയാണ് എൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത്. വരുന്ന മെയിൽ അച്ഛൻ റിട്ടയർ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജോലി ചെയ്തിട്ടാണ് അച്ഛൻ ഞങ്ങളെയൊക്കെ ഇങ്ങനെ നോക്കി വളർത്തി വലുതാക്കിയത്. ഓക്കെ, ചിലർക്കെങ്കിലും കണ്ടിരിക്കാൻ പ്രയാസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇതിനകത്ത് കണ്ടെന്നിരിക്കും, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു മാർക്ക് എഫക്റ്റ് ഒക്കെ പോലെ. എന്നാലും ഇതുപോലൊരു സ്ഥാപനം കേരളത്തിൽ ഉള്ളതായിട്ട് മിക്കവർക്കും തന്നെ അറിയുന്നുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർ ഇഷ്ടം പോലെ കാണണം. ഞങ്ങൾ അച്ഛനോട് പറയാതെ ചെറിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. അച്ഛൻ്റെ യൂണിഫോമിലാണ്. ഇത് മൃഗങ്ങളെ വളർത്തുന്ന ഫാമും ഉണ്ട് ഇവിടെ. അതുങ്ങളെ കൊന്ന് പ്രോസസ്സ് ചെയ്ത് സോസേജ്, സലാമി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ. ഇവിടെ ലോക്കലി ആളുകളൊക്കെ ഇവിടെ ബേക്കൻ ഫാക്ടറി എന്നാണ് ഇവിടെ പറയണത് ഈ ഒരു സ്ഥാപനത്തിന്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല വെള്ള യൂണിഫോമും ജോലിയാട്ടെ ബുച്ചറി. ഇവിടെ കൊല്ലുന്ന ദിവസങ്ങളിൽ അച്ഛൻ വീട്ടിൽ വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ നിറയെ ചോരയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിങ്ങനെ സോപ്പൊടിയിൽ മുക്കി വെച്ച് പിറ്റേ ദിവസമൊക്കെയാണ് അലക്കി വെളുപ്പിച്ചൊക്കെ എടുക്കണത്. പക്ഷേ എങ്ങനെയും വെളുപ്പിച്ചെടുക്കും, എന്നിട്ട് തേച്ച് മടക്കി വീണ്ടും ഇതാ പോകുന്നതായിരിക്കും. ഫുൾ വൈറ്റ് ആണ്. മാസ്ക്, ഏപ്രൺ, ക്യാപ്പ്, പിന്നെ ഈ ബൂട്ട്സ് ഇട്ടില്ലാത്തുണ്ടെങ്കിൽ വളങ്കടിയുടെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ കാലിൽ വരും കേട്ടോ. വളങ്കടി പോലല്ല അതിരിക്കുന്നത്. അപ്പം ബൂട്ട്സ് മസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യൂണിഫോം എല്ലാവരുടെയും. മാത്രമല്ല ഇവിടെ കുറേ സിനിമകളിലെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മറുപുറം, സർക്കാർദാത, പിഗ്മാൻ എന്നീ ഫിലിംസിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളവർക്ക് ഇതിലെ കുറച്ച് സീനുകളൊക്കെ കാണുമ്പോൾ ഏകദേശം അത് പിടി കിട്ടും കേട്ടോ. പന്നിയെ കൊല്ലുന്ന ദിവസമായിരുന്നു ഞങ്ങൾ എത്തിയിരുന്നത്. അപ്പം അതിലൊരു പന്നീനെ മാറ്റി നിർത്തിയേക്കുന്നതാണ് കേട്ടോ. കാരണം കൊല്ലാൻ കൊണ്ടുവന്നപ്പോഴാണ് അതിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട് എന്ന് മനസ്സിലായത്. അപ്പം അങ്ങനെ കൊല്ലണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഇതിനെ കൊല്ലുക. ഗർഭിണിയാണ് എന്നുള്ളൊരു പരിഗണന. ഈ സെന്ററിൽ വരുമ്പോഴത്തേക്ക് ഈ പന്നല വെയിറ്റ് കൊണ്ട് അപ്പൊ പന്നല കാലം വെച്ചു. എന്നിട്ട് ഈ ലോക്ക് മറിക്കപ്പോ ഈ ലോക്ക ശരിക്കുമ്പോ അതാ എന്നിട്ട് അത് ഈ സാധനം കൊളുത്തു, കാലേ കൊളുത്തു. എന്നിട്ട് ഈ ട്രെയിനിൽ എന്താ എന്നിട്ട് ആ മേശ ചാടിക്കും. അങ്ങനെ വരുന്ന പന്നിത ഇവിടെ വന്നിട്ട് അതിൻ്റെ ബ്ലഡൊക്കെ ഇതിനകത്തേക്ക് ചാടി അങ്ങനെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുന്ന് നേരെ വന്നിട്ട് വലിയൊരു ടാങ്കുണ്ട്. ആ ടാങ്കിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഈ ടാങ്കിലേക്ക് വന്ന് പന്നി വീഴും. പിന്നെ ഇവിടുന്നാണ് പിന്നെ വേറെ സ്ഥലത്തേക്ക് കട്ടിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകും കേട്ടോ. അങ്ങനെയാണ്. ഷോക്ക് അടിപ്പിച്ചിട്ടാണ് പന്നീനെ കൊല്ലുന്നത് കേട്ടോ. പോത്തിനെ കൊല്ലുന്നത് ഷോക്ക് അടിപ്പിച്ചിട്ടല്ല, അവിടെ ബുള്ളറ്റ് ഉണ്ട്, അങ്ങനെ വെടി വെച്ചിട്ടാണ് പോത്തിനെ കൊല്ലുന്നത് കേട്ടോ. അങ്ങനെ നേരെ കട്ടിങ് ടേബിളിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അതിൻ്റെ സ്കിന്നൊക്കെ ആ ഒരു രോമൊക്കെ ഷേവ് ചെയ്ത് പിന്നെ ഒരു കട്ടറുണ്ട്, നമ്മൾ പിസ്സ കട്ടറില്ലേ, അങ്ങനത്തെ അല്ല, ഏകദേശം അതേപോലെ തോന്നുന്നൊരു കട്ടറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊന്ന പന്നീനെ ഇതാ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടത് ഐസ് റൂമാണ് കേട്ടോ. ഈ റൂമിൽ സ്റ്റോക്ക് ചെയ്യേ. അപ്പം ഇന്ന് കൊന്ന പന്നികളാണ് ഈ കിടക്കുന്നത്. പിന്നെ ഫ്രീസറാണ് കേട്ടോ, ഇത് വലിയ ഫ്രീസറാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പന്നീനെ കൊല്ലുന്നത്. ഇവിടെ പന്നി, പോത്ത്, മുയൽ, താറാവ്, അങ്ങനെ കുറേ മുന്നെയൊക്കെ കാടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാടയൊന്നുമില്ല കേട്ടോ, വളരെ പണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം ഓരോ പാർട്സായിട്ട് മാറ്റി മാറ്റി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു റൂമാണിത്. ഓരോന്നും പന്നിയുടെ കരൾ, കിഡ്നി, ഇത് ഹേർട്ടാണ്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഇത് ചിക്കനാണ് കേട്ടോ, ചിക്കൻ്റെ കാലാണ്, ചിക്കൻ്റെ ബാക്കിയുള്ള പീസുകൾ. ഇവിടെ ഇങ്ങനെ ഓരോ സെക്ഷൻ കേട്ടോ. കറിക്കട്ട്, പിന്നെ ചിക്കൻ്റെ ലെഗ്സ് മാത്രം, പിന്നെ ഫുൾ മൊത്തത്തിലുള്ള ചിക്കൻ. ഇത് കുടലാണ് കേട്ടോ, മട്ടൻ്റെ കുടലാണ്. ഇതിൻ്റെ ഉള്ളിൽ സോസേജ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ചിക്കൻ്റെ ചിറക് കാര്യങ്ങൾ. ഇത് കറിക്കട്ട് എന്ന് പറയും, എല്ലാ പീസുകളും ഉണ്ടാവും. അങ്ങനെ കറിക്കട്ട്, ഇതൊക്കെ ഇതിന് മട്ടൻ്റെ കുടലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെ അങ്ങനെ പാക്ക് ചെയ്തില്ല, സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓരോ ബോഡി പാർട്സ്. ഇതത് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. വെയിറ്റൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ടാണ് ഇവിടെ
സെപ്പറേറ്റ് ചെയ്യാം. ക്വാളിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലബോറട്ടറി ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ അസുഖം വന്ന് ചത്ത പന്നിയാണെന്നുണ്ടെങ്കിൽ അവിടെ അതെടുക്കില്ല. അത് നേരെ കാർക്കസായിട്ട് പിന്നെ ഫീഡ് പൊടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോകത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇവർ ചെയ്യുക. ഇത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഉള്ള സംഭവങ്ങൾ പാക്ക് ചെയ്ത് വലിയൊരു ഫ്രീസർ റൂമാണിത്, അങ്ങോട്ടേക്ക് ആക്കിയേക്കുന്നതാണ്. ഇതെല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇറച്ചിയൊക്കെ സ്റ്റോക്ക് ചെയ്യണ മുറിയിലാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു വേൾഡാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ചിക്കൻ, മട്ടൻ, ബീഫ്, ബഫല്ലോ, പിന്നെ പോർക്ക്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഈ ഒരു ഇറച്ചിയായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. മാത്രമല്ല ഇവിടെ നമ്മൾ പാക്ക് ചെയ്യുന്ന ഫുഡുകളൊക്കെ ഉള്ള റെഡി ടു കുക്ക് ആയിട്ടുള്ള ഫുഡുകളുണ്ട്. കറീസ് ഉണ്ടാവും, പിന്നെ അച്ചാറുകളുണ്ടാവും, മീറ്റിൻ്റെ തന്നെ അച്ചാറുകൾ. ഇത് ചിക്കൻ മീറ്റ് ബോൾസ് ആണ്. അതുപോലെ തന്നെ സോസേജ്, സലാമി, നഗ്ഗറ്റ്സ്, ഫിംഗേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കോക്ടെയിൽസ് ഉണ്ട്. ഈ മീറ്റിൻ്റെ തന്നെ കോക്ടെയിൽസ് ആണ്, നല്ല ടേസ്റ്റാണ് അതൊക്കെ. നമുക്ക് ഒറിജിനൽ പോത്തിറച്ചി വേണമെന്നുണ്ടെങ്കിൽ ബഫല്ലോ എന്ന് എഴുതിയ പാക്കറ്റ് ഉണ്ടാവും കേട്ടോ, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ബീഫ് എന്ന് എഴുതിയ പാക്കറ്റ് കാളയുടെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് പോർക്കിൻ്റെ ഒരു പാക്കറ്റാണ്. നമ്മളങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചിക്കനൊക്കെ നല്ല സ്കിന്നോട് കൂടിയിട്ടുള്ളതുകൊണ്ട് എൻ്റെ മുന്നൂറ് രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് മേടിക്കുന്ന മീറ്റിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് വൈസും ക്വാളിറ്റി വൈസും അടിപൊളിയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ഇവിടെ പാർട്സ് ഒക്കെ കിട്ടും. ഇതിനെ കൊല്ലുന്ന സമയത്ത് ബോട്ടിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതിനൊക്കെ റേറ്റ് കുറവാണ്. ശരിക്കും നമ്മുടെ ഫാക്ടറി മൊത്തത്തിൽ കാണിച്ചിട്ടില്ല, പിന്നീട് ഒരു ദിവസം ആവാം. അന്ന് പറ്റിയില്ല കേട്ടോ. ഇത് അവിടെ വളരുന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ടാണ് കേട്ടോ. നല്ല മധുരമാണ്. ഒരു വളമൊക്കെ ചെന്നിട്ടാന്ന് തോന്നുന്നു. നമ്മൾ വാങ്ങിച്ചതിന് ഒരു ബഫലോ നമ്മൾ വീട്ടിൽ നിന്ന് കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചു. തിരിച്ചു പോരുവാണ്. വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലൗഡൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ കണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ആകാശം കാണാനായിട്ട്. നമ്മൾ പാഷൻ ഫ്രൂട്ടൊക്കെ എല്ലാം മുറിച്ച് കലക്കി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് അധികം ഫുഡ് ഐറ്റംസ് എടുക്കാറ്. തിരിച്ചു വരുമ്പം അത്രയ്ക്കൊന്നും എടുക്കലില്ല കേട്ടോ. അതിനിപ്പോൾ അമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയാലായി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കുകയും. മൊജിറ്റോ പോകുന്ന വഴിക്കുള്ള മൊജിറ്റോ. നീലുവിന്റെ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ അല്ലേ? എങ്ങനെയുണ്ട് നീലു? അതെ, ആളിരുന്ന് അപ്പം ഉണ്ടാക്കിയ മൊജിറ്റയാണ്. സൂപ്പർ. മൊജിറ്റോ മീശ അല്ലേ? അമ്പേ നിന്റെ പല്ല പേടി. വല്ലപ്പോഴും ഒക്കെയാണ് വീട്ടിലേക്ക് പോകാറുള്ളെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കയറാറുള്ള ഒരു സ്ഥലമാണിത്. ചെറിയൊരു ഇടവഴി കൂടെ വരുമ്പോൾ ഒരു പുഴയും അതിൻ്റെ തീരത്തൊരു തട്ടുകടയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ച് ചായ കുടിച്ച് പോകലുണ്ട്. ഇഡലിയോ? ഓനങ്ങനെ ഞങ്ങളൊന്ന് കാര്യമൊക്കെ തോന്നുന്നു. ഓനങ്ങനെ വന്ന് ചോദിക്കും. എടാ ചപ്പാത്തി ബീഫ് അവൻ്റെ ഫേവറേറ്റ് ആണ് സംഭവം. എടാ ചപ്പാത്തി ബീഫ് എത്ര ഉള്ളൂ? പുട്ടും ചേർത്തി തരും. ഇഡ്ഡലിയും ബീഫ് അതൊക്കെ അവൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ പൊന്നം ബീഫ് ചോദിച്ച് ആ ചേച്ചിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ചോറും ബീഫൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ് പുള്ളി പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചകമലെത്തിയിട്ടുണ്ട്. നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് വീട്ടിലെത്തുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ. ടാറ്റാ, ബൈ.